ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഹമ്മദിൻ്റെ പെണ്ണുങ്ങൾ എന്ന പേരിൽ നിരവധി പോസ്റ്റുകളും ലൈവുകളും എല്ലാം അപ്ഡേറ്റ് ആവുന്നുണ്ട്. അവർ ഇതിന് കൊടുക്കുന്ന ക്യാപ്ഷൻ്റെ ഉള്ളടക്കം എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് 61 സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും 19 പേർ വിവാഹം കഴിച്ചെന്നും 4 പേരെ ബാലിശമായി ഡിവോഴ്സ് ചെയ്തെന്നും 4 പേര് അടിമ സ്ത്രീകളും ഉണ്ടെന്നാണ് ഇവരുടെ വാദം. ഈ റിപ്പോർട്ട്സ് ഒക്കെ എടുത്തിരിക്കുന്നത് ഇബ്നു സഅദ്, തൊബരി എന്നിവരുടെ റിപ്പോർട്ട്സാണ്. സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? പ്രവാചകന് കുറേ ഭാര്യമാരുണ്ടായിരുന്നു. ഇത് 61 എത്തിയണല്ലേ? പിന്നെ അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ്. സത്യത്തിൽ ഇത് പറയുന്ന ആളുകളോട് നമ്മൾ പറയേണ്ടത് അതിൻ്റെ സത്യാവസ്ഥയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞങ്ങൾ പറയേണ്ടത്. എന്നാൽ എന്താ വേണ്ടി എന്നാണ് തിരിച്ചു വയ്ക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരുണ്ടായിരുന്നു. 9 ഭാര്യമാർ ഉള്ളത് തന്നെയാണ്. ഈ 9 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഭാര്യമാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലൈംഗിക തൊഴിലാളികളല്ല. ഇവർ കാണുന്നത് അങ്ങനെയാണ്. അതാ പ്രശ്നം. ഭാര്യമാരെന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്വത്തുൻ ഹസനാണെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? അതിന് ലോകത്ത് ഈ ദുനിയാവിൽ സാക്ഷി നിന്നത് ഒരേ സമയം അദ്ദേഹത്തോടൊപ്പം ജീവിച്ച 9 വനിതകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുരുഷന്മാരോടുള്ള നിർദ്ദേശം, ആണുങ്ങളോടുള്ള നിർദ്ദേശം, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. നമുക്കെല്ലാം ഒരെണ്ണമുള്ള ആൾക്കാരാണുള്ള ബഹുഭൂരിപക്ഷവും. എത്ര ഭാര്യമാർ ആത്മാർത്ഥമായി ആ ഇത് പറയും? പറയുന്ന ആളുകൾ ഇസ്ലാമിനോട് ദേഷ്യം കൂടാൻ തന്നെ കാരണം എന്താ? ഇസ്ലാമിനോട് ദേഷ്യം കൂടാൻ തന്നെ കാരണം എന്താണ്? ഭാര്യമാർ ഒരു ഭാര്യയെയും കൂട്ട നിർത്തുവാനുള്ള കെൽപ്പില്ലാത്ത സ്വഭാവത്തിൻ്റെ ഉടമകളായതുകൊണ്ടാണ് പലപ്പോഴും. ഞാൻ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരം ചർച്ചകളിൽ അത് ശരിയുമല്ല. പക്ഷെ ഞാനിവിടെ പറയുന്നത്, ഒരേ സമയം 9 ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സർട്ടിഫൈ ചെയ്യാണ് പ്രവാചകൻ ഉത്തമനാണ് എന്ന്. അത് തന്നെയാണ് പ്രവാചകന്റെ ബഹുഭാര്യത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകൾക്കൊന്നും പ്രവാചകനെ കുറിച്ച് യാതൊരു കംപ്ലൈൻറ്റും പറയാനില്ല. ലോകത്ത് ഇണജീവിതത്തിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളായി, ഏറ്റവും നല്ല മാതൃകയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയാണ് അവിടെ. പിന്നെ എണ്ണം തൊബക്കാത്തിലും ഇതിലെല്ലാം ഉണ്ടെന്ന് പറയുന്ന എണ്ണം, അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട പച്ചക്കള്ളങ്ങളാണ് പറയുന്നത്. നട്ടാൽ മുളക്കാത്ത കള്ളങ്ങൾ അങ്ങോട്ട് പറയാണ്. എവിടെ തൊബക്കാത്തിലുള്ളത്, എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത രൂപത്തിൽ കള്ളങ്ങൾ പടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 61 ആയിട്ടുള്ളൂ എന്ന് ചോദിച്ചത്. കുറച്ച് മുമ്പ് 42 ആയിരുന്നു. അതുകൊണ്ടാണ്. സയ്യിദ് മുഹമ്മദ് ആനക്കയ്യബ് എന്ന യുക്തിവാദി എഴുതിയൊരു പുസ്തകത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം 41 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 61 ആയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ സഹോദരി പറഞ്ഞപ്പോൾ ആണ്, അതാണ് ഞാൻ ചോദിച്ചത്. 61 ആയപ്പോൾ ഇതിങ്ങനെ പറയുകയാണ്. എന്താ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊള്ളരുതാത്തവരാണ്. ഈ പറയുന്ന ആളുകൾക്ക് യാതൊരു രൂപത്തിലുമുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെ 61 610 ആകുന്നത് നല്ലതാണെന്ന് പറയുന്ന ആളുകളാണ്. അതാണ് അതിൻ്റെ രസം. എത്രയും സ്ത്രീകളുമായി എങ്ങനെയും ബന്ധപ്പെടുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവർ, കുടുംബം ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ, കുടുംബം എന്ന സ്ഥാപനമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം, എല്ലാ
പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ എല്ലാവിധ അടിച്ചമർത്തലുകൾക്കും കാരണം, അടിമത്വത്തിനും കാരണം അതാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി സിനിമകൾ എടുക്കുന്നവർ, എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എൻ്റർടൈൻമെൻറ്റ്സ് എടുക്കുന്നവർ, സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നവർ, അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈംഗിക ജീവിതത്തെ പ്രാകൃതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇണകളുണ്ടായിരുന്നു. ആ ഇണകളുണ്ട് എന്നത് നമുക്കാർക്കും ഒരു രൂപത്തിലും ഒരു അപകർഷതാബോധമുള്ള കാര്യമല്ല. കാരണം പ്രവാചകന്റെ ഇണകളെല്ലാം തൃപ്തരായിരുന്നു, ഇണകൾ സംതൃപ്തരായിരുന്നു. ഇത് പറയുമ്പോൾ ഇണകളുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയണം, ആലോചിക്കണം എത്രത്തോളം നമ്മുടെ ഇണകൾ നമ്മളെക്കുറിച്ച് തൃപ്തരാണ് എന്ന്. അവിടെ 1 അല്ല 9 ഇണകൾ ഒരേ സമയത്ത് സംതൃപ്തമായി റസൂലുള്ളാഹിയെക്കുറിച്ചൊരു കംപ്ലൈൻറ്റും പറയാനില്ലാത്ത രൂപത്തിൽ ജീവിച്ചുവെങ്കിൽ അത്തരമൊരു ചരിത്ര പുരുഷനെ തന്നെയാണ് ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് അല്ലാഹു പറയേണ്ടത്. പ്രവാചകനിൽ ഉത്തമമായ മാതൃക ഉണ്ട്. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മൾ ബേജാറാവേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് സജീവമായ, അതുകൂടി പറയട്ടെ, ലൈംഗിക ജീവിതമായിരുന്നു. സജീവമായ ലൈംഗിക ജീവിതമായിരുന്നു. ലൈംഗിക ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മതം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയങ്ങൾക്കകത്ത് സൃഷ്ടിച്ചു വെച്ച ഒരു തെറ്റായ ധാരണ ഉണ്ട്. അതെന്താണ്? ലൈംഗികത എന്നത് ഒരു പാപമാണ്, ശരിയല്ലാത്ത ഏർപ്പാടാണ്. എന്തായിരുന്നാലും അത് ഒരാത്മീയതയുമായി യോജിച്ച് പോണ കാര്യമല്ല എന്നാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. അതല്ലേ അല്ല. ഇസ്ലാമിൻ്റെ വീക്ഷണം ലൈംഗികത എന്നത് സ്വന്തം ഇണയുമായി, പുറത്തുള്ളവരുമായി അല്ല, സ്വന്തം ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകനായ ഇസ്ലാമിൻ്റെ പ്രവാചകൻ. അല്ലാതെ ആത്മീയതയിൽ നിന്ന് സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പഠിപ്പിച്ച പൗലോസ് അല്ല ഇസ്ലാമിൻ്റെ പ്രവാചകൻ. ഇസ്ലാമിൻ്റെ പ്രവാചകൻ സ്വന്തം ഇണയുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രതിഫലാർഹമായ പ്രവർത്തനം. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളും ഇബാദത്താണ്, ദൈവാരാധനയാണ്. അപ്പോൾ ഇണസംസർഗം ദൈവാരാധനയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ആ ഇണസംസർഗം, ആ ഇണയാണത്. അതല്ലാതെ വിലക്ക് വാങ്ങിയ ആളുകളല്ല, അതല്ലെങ്കിൽ കേവലം ഒരു ആസ്വാദനത്തിന് വേണ്ടി മണിക്കൂറുകൾക്ക് വേണ്ടി വിലക്കെടുത്ത ആളുകളല്ല, അതല്ലെങ്കിൽ കേവലം ശാരീരിക ഇച്ഛകൾക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്ന 2 ശരീരങ്ങളല്ല, മറിച്ച് ഇണകളായി നിന്നുകൊണ്ട് സ്വന്തം ജീവിതത്തിലൂടെ, സ്വന്തം പദങ്ങളിലൂടെ, സ്വന്തം വർത്തമാനങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്തിന് മുഴുവനും മാതൃകയായി, എല്ലാ ജീവിതത്തിലും, ലൈംഗിക ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും മാതൃകയായി നിന്ന ആളുകൾ, മാതൃകയായതിന് തെളിവായി തീർന്ന ആളുകളാണ് പ്രവാചകന്റെ ഇണകൾ. അവിടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകൾ കൂട്ടിക്കൊണ്ടിരിക്കട്ടെ, നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന ഒരേ സമയമുണ്ടായിരുന്ന 9 ഇണകൾ, അതല്ലാത്ത എല്ലാം കൂടി ആയിട്ട് 11 ഇണകളാണ്. അതായിരുന്നാലും ആ ഇണകളിൽ നിന്ന് പ്രവാചകന്റെ ഇണജീവിതത്തിൻ്റെ വലിയ മാതൃക നമുക്ക് പഠിക്കാനുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണജീവിതത്തെക്കുറിച്ച് പറയുമ്പോണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് എപ്പോഴാണെന്നറിയോ? പ്രവാചകന്റെ കാലത്തിന് ശേഷം 30, 40, 50 കൊല്ലങ്ങൾക്ക് ശേഷം, 30, 40, 50 കൊല്ലങ്ങൾക്ക് ശേഷം. ആ ഹദീസ് നിവേദനം ചെയ്യൽ അപ്പോഴാണ്. ആ ഹദീസുകളിൽ എല്ലാം തന്നെ ഹദീസുകളുടെ പദങ്ങൾക്കുള്ളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന മധുരം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇണജീവിതത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കാണുമ്പോൾ ആ രൂപത്തിലുള്ള ഇണജീവിതം നയിക്കാനുള്ള പ്രചോദനമാണ് പ്രവാചകന്റെ ഇണകളത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും. അതാണ് അതിലെ മാതൃക. നമുക്ക് എങ്ങനെ വൃത്തികെട്ടവനായി അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് ഒരു പോറലെങ്കിലും ഏൽപ്പിക്കാൻ അവർക്കൊന്നും കഴിയില്ല എന്നതാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കേണ്ടതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമായ ആശയം എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്.